To view this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഓൾറെഡി സെല്ലിൻ്റെ ബേസിക് നേച്ചറിനെ കുറിച്ച് പറഞ്ഞു, മൈക്രോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് സെൽ എത്ര മാഗ്നിഫിക്കേഷൻ നമുക്ക് കാണാം എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. ഒപ്പം തന്നെ ഒരു കമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇനി നമുക്ക് സെല്ലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു ലിവിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് റിക്വയർമെൻറ്റ് എന്താണ്? സെൽ. ഒരു സെല്ലെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കതിനെ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവനുള്ള വസ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വൈറസിനെ ഇപ്പോഴും നമ്മൾ ജീവനുള്ളവയുടെ കൂട്ടത്തിൽ കണക്കാക്കാത്തത്. കാരണം അവർക്കൊരു സെല്ലും ഇല്ല, അവർക്ക് ഒരു ജീവൻ്റെ ലക്ഷണങ്ങളും ഇല്ല. അപ്പോൾ ഏറ്റവും ചെറിയ ജീവികളായ സൂക്ഷ്മകോശ ജീവികൾ, അല്ലെങ്കിൽ നമുക്കറിയാം യൂണിസെല്ലുലർ ഓർഗാനിസംസ്, ഏകകോശ ജീവികൾ, അവയിൽ ഒരു സെല്ലേ ഉള്ളൂ. പക്ഷേ ആ ഒരു സെല്ല് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതേസമയം ബഹുകോശ ജീവികളിലേക്ക് വരുമ്പോഴോ, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ഈ സെൽസ് ഒരേ ഷേപ്പും സൈസും ഉള്ള സെൽസ് ഒന്നിച്ച് ചേർന്ന് ഒരു കോമൺ ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് വിളിക്കുന്നു. ഈ ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഓർഗൻസ് ആയിട്ട് മാറും. അതായത് സിമിലർ ആയിട്ടുള്ള ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗനായിട്ട് മാറും. അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? നമ്മുടെ അവയവങ്ങൾ, അല്ലേ? ഫോർ എക്സാമ്പിൾ, കുറച്ച് സെൽസ് ചേർന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ ഉണ്ടാക്കുന്നു. അതിനെ നമുക്ക് കാർഡിയാക് മസിൽ എന്ന് വിളിക്കാം. ആ കാർഡിയാക് മസിലിൻ്റെ ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന അവയവം ഏതാണ്? ഹാർട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ അവയവങ്ങൾ പലത് ചേർന്നിട്ട്, അപ്പോൾ ഹാർട്ട് മാത്രമായാൽ നമ്മുടെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം ആകുമോ? ഇല്ല. അതിന് നമുക്ക് എന്തൊക്കെ വേണം? ബ്ലഡും ബ്ലഡ് വെസൽസും കൂടെ വേണം, അല്ലേ? അപ്പോൾ അവയെല്ലാം കൂടി ചേർന്ന് നമുക്കൊരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകും, അവയവ വ്യൂഹം. അത് പിന്നീട് നമ്മുടെ മുഴുവനായിട്ട് നമ്മുടെ ഓർഗാനിസം എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ജീവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അത് മറ്റൊന്നുമല്ല, ഒരു കോശമാണ്. അപ്പോൾ ഈ കോശം ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിന് കാരണം അത് അതിൻ്റെതായ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ എൻ്റെ ബോഡി ആസ് എൻ ഓർഗാനിസം ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബോഡി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിലെ ഓരോ സെല്ലും അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് സെല്ലിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയെന്നതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോശത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് അതിന് വേണ്ടത് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, കോശ സ്തരം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിന് പല ഓർഗനൽസ് ഉണ്ടാവും. പിന്നെ സെല്ലിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ന്യൂക്ലിയസും കാണും, മർമ്മം എന്ന് പറയും, സെല്ലിൻ്റെ മർമ്മം. അപ്പോൾ ഈ കോശസ്തരം എന്നത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. കോശസ്തരം ഇല്ലാതെ നമുക്കൊരു സെല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സെല്ലിൻ്റെ കണ്ടന്റിനെ അങ്ങനെ ഒതുക്കി നിർത്തി, അല്ലെങ്കിൽ ഒരു സെൽ ഒരു രൂപത്തിലാക്കി വെക്കുന്ന ആരാണ്? നമ്മുടെ കോശസ്തരം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു കോർണറിൽ ചെന്നിരുന്നിട്ട് ഞാൻ പറയാണ്, ഇത് എൻ്റെ റൂമാണ്, ആ ഭാഗം മാത്രം എൻ്റെ റൂമാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ആർക്കും കടന്നു വരാം, അവിടെ ഒരു ബൗണ്ടറി ഇല്ല, അല്ലേ? അപ്പോൾ അടുത്തൊരാൾ വന്നിട്ട് എൻ്റെ കസേരയുടെ അടുത്തിരുന്നിട്ട് പറയുകയാണ് ഇത് എൻ്റെ റൂമാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. റൂം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വോളെങ്കിലും വേണം, അല്ലേ? അപ്പോൾ അത്രയും സ്പേസ് കൺഫൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും സ്ഥലം എനിക്ക് മാത്രമായിട്ട് ഞാൻ വയ്ക്കുമ്പോഴാണ് അതിനെ എൻ്റെ റൂം എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം വീട്ടിൽ സ്വന്തമായിട്ട് ചിലപ്പോൾ റൂം കാണും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ റൂമും, അടുക്കളയും ഓപ്പൺ കിച്ചൺ അല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അടുക്കള, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം, ഹോൾ റൂം, ബാത്റൂം എല്ലാം വ്യത്യാസമായിട്ട് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനെല്ലാം വേർതിരിക്കുന്ന ഒരു വോൾ അല്ലെങ്കിൽ ഭിത്തിയുണ്ട്. അതുപോലെ ഇവിടെയും ഈ സ്ഥലമാണ് അതിനെ മറ്റുള്ള എൻവയൺമെൻറ്റൽ, അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിൻ്റെ ബൗണ്ടറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ മെംബ്രെയിൻ ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, അതിൻ്റെ കണ്ടൻസ് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെല്ലെന്നൊരു കോൺസെപ്റ്റേ ഇല്ല, അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ സെല്ലിനും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒരു സെല്ലെന്ന് പറയുമ്പോൾ അതിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് എന്ത്? കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അതിനെ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഫീച്ചർ ഓഫ് എ സെൽ എന്ന് പറയും. അതായത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. സെല്ലിൻ്റെ ഒരു കോശസ്തരം ഇല്ലെങ്കിൽ സെല്ലില്ല, അല്ലേ? അപ്പോൾ അതൊരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഫീച്ചറാണ്. ഇനി ഈ സെൽ മെംബ്രെയിനെ കൂടാതെ ചില സെൽസിൽ, അതായത് പ്ലാന്റ് സെല്ലിലും ഫംഗസിലും ബാക്ടീരിയയിലൊക്കെ ഒരു ഔട്ടർ കവറിങ്ങും കൂടെ വരും. അതിനെ നമ്മൾ കോശഭിത്തി എന്ന് പറയും, സെൽ വോൾ. അത് എല്ലാത്തിലും വേണമെന്നില്ല. അതേപോലെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് എല്ലാത്തിലും വേണമെന്നില്ല. ന്യൂക്ലിയസ് ഉള്ള സെൽസും ഉണ്ട്, ന്യൂക്ലിയസ് ഇല്ലാത്തവയുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ കോശസ്തരത്തിനെ നമ്മൾ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളും സെല്ലിൻ്റെ അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യുന്നത് ഈ സ്ഥലത്തിലൂടെയാണ്.
അപ്പോൾ എന്തൊക്കെ വസ്തുക്കളാണ് സെല്ലിന് വേണ്ടത്? ഓഫ് കോഴ്സ് സെല്ലിന് ശ്വാസം അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓക്സിജൻ വേണം. ആ ഓക്സിജൻ അകത്തേക്ക് വരും. റെസ്പിറേഷൻ കഴിഞ്ഞാലോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകണം. അപ്പോൾ ഈ ഗ്യാസസ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ സെല്ലിന് ന്യൂട്രിയൻസ് വേണം. അപ്പോൾ ന്യൂട്രിയൻസ് അകത്ത് വരണം. പിന്നെ ഉണ്ടാകുന്ന വേസ്റ്റ് പുറത്ത് കളയണം. പിന്നെ വെള്ളം വേണം, വെള്ളം അകത്ത് വരണം. എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ പുറത്ത് പോകണം. അങ്ങനെ പല സബ്സ്റ്റൻസസും പദാർത്ഥങ്ങളും അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യുന്നത് ഏതിൽ കൂടിയാണ്? ഈ കോശ സ്ഥലത്തിൽ കൂടിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സിലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളെ മാത്രം അകത്തേക്ക് കടത്തിവിടുന്നു, ചിലവയെ കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല. ചില ബ്രെയിൻസ് അങ്ങനെയല്ല. സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി എല്ലാത്തിനെയും കടത്തിവിടും. അതിനെ നമ്മൾ പെർമിയബിൾ എന്ന് പറയും. അത് ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഓഫീസ് റൂമിൽ ഞാൻ ഡോർ അടയ്ക്കുന്നില്ല, ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കടന്നു വന്ന് എന്നെ കാണാം, സംസാരിക്കാം, പോകാം. എനി ടൈം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ. അതായത് കുട്ടികൾക്ക് വരാം, രക്ഷിതാക്കൾക്ക് വരാം, മറ്റു ടീച്ചേഴ്സിനും വരാം. ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ എന്താണ് പെർമിയബിൾ എന്ന് പറയുന്നത്. ഞാനത് ഡോർ അടയ്ക്കുന്നേ ഇല്ല. എല്ലാവർക്കും ഏത് സമയം വേണമെങ്കിലും വരാം, പോകാം. ഓക്കെ, വന്നവർക്കൊക്കെ പോവുകയും ചെയ്യാം. അതാണ് എന്ത് നമ്മുടെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്യൂണിനെ വിളിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, എല്ലാവരെയും അകത്തോട്ട് കടത്തി വിടണ്ട. ഇന്ന് ഞാൻ രക്ഷിതാക്കളെ കാണുന്നില്ല, അത്യാവശ്യമുള്ള അധ്യാപകരെ മാത്രം കടത്തിവിട്ടാൽ മതി, കുട്ടികളെ വിടണ്ട എന്ന് പറയുന്നു. അത് ഞാനൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? അവിടുന്ന് ഞാനതിനെ എന്താ സിലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്ട് എന്നെ കാണാൻ വരുന്ന കുട്ടികളെ ഞാൻ അനുവദിക്കുന്നില്ല, ടീച്ചേഴ്സിനെ അനുവദിക്കുന്നു, രക്ഷിതാക്കളെ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്, അല്ലെ, ആരൊക്കെ വരാം ആരൊക്കെ പോകാം എന്നുള്ളതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സിലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൽ മെംബ്രെയിൻ സിലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അത് എല്ലാത്തിനെയും കടത്തിവിടില്ല. ചില സാധനങ്ങളെ കടത്തിവിടും, ചിലതിനെ കടത്തിവിടില്ല. ഇനി മൂന്നാമത്തേത് ഇംപെർമിയബിൾ ആണ്. ഞാൻ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ എനിക്ക് അത് അല്ലെങ്കിൽ ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അയാളോട് പറയണം, ആരെയും കടത്തിവിടേണ്ട, ഒരു അരമണിക്കൂറത്തേക്ക് ഞാൻ പറയുന്നത് വരെ. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കും ഇല്ല പ്രവേശനം, അധ്യാപകർക്കും ഇല്ല, രക്ഷിതാക്കൾക്കും ഇല്ല. അങ്ങനെയാണെങ്കിലോ കംപ്ലീറ്റ്ലി ഇംപെർമിയബിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതാണ് സിലക്റ്റീവ്ലി പെർമിയബിൾ എന്നുള്ള കോൺസെപ്റ്റ്. ഇനി നമ്മുടെ പല വസ്തുക്കളും സെല്ലിനകത്തേക്കും പുറത്തേക്കും പോകുന്നെന്ന് പറഞ്ഞു. അത് രണ്ടായിട്ടും പ്രധാനമായിട്ട് രണ്ട് മാർഗങ്ങളിലൂടെയാണ്. ഒന്ന് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയും, ഒന്ന് ഓസ്മോസിസ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ spontaneous movement of molecules from a region of higher concentration to a region of lower concentration is called a diffusion. അതായത് ഒരു മോളിക്യൂൾ പ്രധാനമായിട്ടും ഗ്യാസിൽ ലിക്വിഡിലാണ് സംഭവിക്കുന്നത്, സോളിഡിൽ വളരെ കുറവാണ്. അപ്പോൾ ഒരു ഗേഷ്യസ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഉള്ള സ്ഥലത്ത് നിന്ന് അത് കുറച്ച് സ്ഥലത്തേക്ക്, അതാണ് കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഒരു പെർഫ്യൂം എടുത്തു, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തു. പക്ഷെ അതിൻ്റെ മണം ഈ മുറിയുടെ അങ്ങ് അപ്പുറത്ത് വശത്തിരിക്കുന്ന ഒരാൾക്ക് ലഭ്യമാകും. എങ്ങനെയാണ്? ഈ പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാണ്, അത് ഗേഷ്യസ് മോളിക്യൂളാണ്. അതിങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എവിടെ എത്തും? മറ്റൊരാളിലേക്ക് എത്തും, അകലം കുറച്ച് കൂടുതലാണെങ്കിലും. അതേപോലെ ഈ മുറിയുടെ ഒരു കോർണർ ഞാനൊരു അഗർബത്തി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ സ്മോക്കും അതിൻ്റെ മണവും ഈ മുറി മുഴുവൻ പരക്കും, അല്ലേ? അതും എന്താണ്? ഡിഫ്യൂഷനാണ്. ഇനി ലിക്വിഡിൻ്റെ കാര്യത്തിൽ നോക്കിയാലോ, നിങ്ങളൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഒരു ഇങ്ക് അതിനകത്തേക്ക് ഒഴിക്കുക. അത് നമ്മൾ ഇളക്കൊന്നും വേണ്ട. പക്ഷേ നമുക്ക് അറിയാം സ്ലോലി ആ ഇങ്ക് ഇങ്ങനെ പടർന്ന് ആ ബീക്കറിൽ വെള്ളം മുഴുവൻ ആ ഇങ്കിൻ്റെ കളറായിട്ട് മാറും, സ്ലോലി യൂണിഫോം ആയിട്ട് മാറും, അല്ലേ? പക്ഷേ നമ്മൾ ഇളക്കാതെ പെട്ടെന്ന് സംഭവിക്കും. ഞാൻ പറയുന്നത് ഇളക്കാതെ വെച്ചാൽ അവിടെയും എന്താ സംഭവിക്കുന്നത്? ഡിഫ്യൂഷനാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ സെല്ലിനകത്ത് കുറേ പദാർത്ഥങ്ങളൊക്കെ ഡിഫ്യൂഷൻ വഴി തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തീർച്ചയായിട്ടും ഡിഫ്യൂഷൻ വഴിയാണ് സംഭവിക്കുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് വരുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഡിഫ്യൂഷൻ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ്. നമ്മൾ വെള്ളത്തിനെ കുറിച്ചാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് മൂവിങ് ഫ്രം റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ആ കണ്ടീഷൻ സെയിം ആണ്. പക്ഷേ ഇനി ഒരു കണ്ടീഷനും കൂടിയുണ്ട്, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഒന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് പോവുകയാണ്, അല്ലേ? പക്ഷേ ഇവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് വെള്ളത്തിൻ്റെ മോളിക്യൂൾ പോവുകയാണ്. എവിടെ നിന്ന്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ഓസ്മോസിസ് എന്ന് പറയും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിൽ എത്തിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അതിനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.